ഞാൻ ഡോക്ടർ ശാലീന നായർ KMCT മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഞാനിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൈനക്കോമാസ്റ്റിയ എന്ന അസുഖവും അതിൻ്റെ സർജറിയെ പറ്റിയുമാണ്. ഗൈനക്കോമാസ്റ്റിയ ഒരു പുരുഷനിൽ അല്ലെങ്കിൽ ആൺകുട്ടികളിൽ സാധാരണ ഒരു ബ്രസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ മാറിടത്തിന് സ്ത്രീകൾക്കുള്ള പോലെ വലിപ്പം വയ്ക്കുക എന്ന ഒരു അപാകതയാണ്. അത് സാധാരണഗതിയിൽ ഒരു 14-15 വയസ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് കാണുന്നതാണ്. അതല്ലാതെ മരുന്നുകൾ കൊണ്ടോ ചില ലിവർ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്തും ഇങ്ങനെയൊരു അപാകത കാണാം. അതിന് നമ്മൾ സർജറിയിലൂടെയാണ് സാധാരണ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് സർജറിയിലൂടെ ബ്രസ്റ്റിലെ കൊഴുപ്പെല്ലാം എടുത്തു മാറ്റുകയാണ്. അത് ലൈപ്പോസക്ഷൻ എന്ന പ്രൊസീജിയറിലൂടെ കൊഴുപ്പെല്ലാം ചെറിയ ദ്വാരങ്ങളിലൂടെ വലിച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിപ്പിളിൻ്റെ താഴെ ചെറുതായിട്ടുള്ള ദ്വാരത്തിലൂടെ ബ്രസ്റ്റിൻ്റെ ഗ്ലാൻഡ് ടിഷ്യൂ എടുത്തു മാറ്റും. ചെറിയ 2-3 മുറിവുകളെ ഓരോ ബ്രസ്റ്റിലും ഉണ്ടാവുകയുള്ളൂ. അത് അലിയുന്ന സ്റ്റിച്ചുകളുമായിരിക്കും. സ്റ്റിച്ച് എടുക്കേണ്ട കാര്യമൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസത്തോളം ഒരു വിശ്രമം ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ സാധാരണ നടക്കാനും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ കഴിയും. ഒരു 1-2 ആഴ്ചയിൽ കൈകൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യാൻ കഴിയേണ്ടതാണ്. ചെസ്റ്റിൻ്റെ വെയിറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ബൈക്ക് റൈഡ് ചെയ്യുന്നത് അങ്ങനെ കൈയും ചെസ്റ്റ് മസിൽസും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു മാസം കഴിഞ്ഞാൽ സാധാരണ സർജറിക്ക് മുന്നേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയേണ്ടതാണ്. ഇത്രയുമാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന സർജറിയുടെ ഡീറ്റെയിൽസ്. സാധാരണ സർജറി കഴിഞ്ഞ ഉടനെ ഒരു ബൈൻഡർ പോലൊരു ഇത് കൊടുക്കാറുണ്ട് ഒരു കംപ്രഷന് വേണ്ടിയിട്ട്. അത് മാറ്റി ഒരു ബ്ലൗസ് പോലത്തെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അത് ഒരു 3 മാസത്തോളം ഇടേണ്ടി വരും. അവിടെയുള്ള വീക്കവും എഡീമയും അങ്ങനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്. സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ഫുൾ റിസൾട്ട് കിട്ടില്ല. കുറച്ചൊരു വീക്കമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് മാസങ്ങൾ എടുത്താൽ അത് സബ്സൈഡായി പോകുന്നതാണ്.